ഹായ്, ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആര്യ. ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടൊരു യൂട്യൂബ് ചാനലാണ്. അതായത് ബിഗിനേഴ്സിനെ പറ്റിയ കുക്കിംഗ്, ബിഗിനേഴ്സിനെ പറ്റിയ സ്കിൻ കെയർ, അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ പറ്റിയ ചെറിയ ചെറിയ ബ്യൂട്ടി പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഹെയർ കെയർ, അങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഇങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ടീനേജേഴ്സിനെ പറ്റിയ ചെറിയ ചെറിയ ഹോം റെമഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ ഞാനൊരു ചെറിയ രീതിയിലൊരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഈ പൗഡർ, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ പൗഡർ ഒരു മാജിക്കൽ പൗഡർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇത് കുഞ്ഞു കുട്ടികൾ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പൗഡറാണ്. നിങ്ങൾക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫേസിലെന്ന് മാത്രമല്ല, നമുക്ക് ബാത്ത് പൗഡറായിട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് അരി, പയർ, അതായത് അരി, ചെറുപയർ, ഉഴുന്ന്, ഉലുവ, മസൂർ ദാൽ, ഇതിത്രയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇനി ഇത് എടുക്കേണ്ട അളവുകൾ എങ്ങനെയെന്ന് വെച്ചാൽ, അരി, ഉഴുന്ന്, ചെറുപയർ, മസൂർ ദാൽ, ഇതെല്ലാം ഒരേ അളവിൽ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരേ അളവിൽ മാത്രമേ എടുക്കാവൂ. ഈ അളവിൻ്റെ പകുതി മാത്രമേ ഉലുവ ഉപയോഗിക്കാവൂ. എന്നിട്ട് നല്ലപോലെ കഴുകി വറുത്ത് ഉണക്കി പൊടിച്ച് എടുത്തതാണ് ഈ പൗഡർ. ഇത് നിങ്ങൾ പാലിലോ തൈരിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ മുഖത്ത് ടാൻ മാറാനാണെങ്കിൽ നിങ്ങളിത് തൈരിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാലിൽ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഇനി ഇപ്പോൾ ഞാനിതിൽ പറയുന്നത് മുഖക്കുരു മാറാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. അതായത് മുഖക്കുരു മാറാൻ വേണ്ടി ഇത് തൈരിൽ കലക്കി ആഴ്ചയിൽ 3 ദിവസം മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കും പോലെ ഈ പൗഡർ പാലും ഒരു 3-4 തുള്ളി നാരങ്ങ നീരും മാത്രം ഉപയോഗിച്ച് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അധികം ലൂസും അല്ല, എന്നാൽ അധികം തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി വേണം നിങ്ങളിതിൽ ഉപയോഗിക്കാൻ. നല്ലതുപോലെ, അതായത് പാലും ഈ നാരങ്ങ നീരും ഈ പൗഡറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഞാനിത് എൻ്റെ ഫേസിൽ തന്നെ ഇട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഒരു നോർമൽ സ്കിന്നല്ല എൻ്റേത്. മുഖം നിറച്ച് മുഖക്കുരുവും അതിൻ്റെ പാടുകളുമുള്ള ഒരു സ്കിന്നാണ് എൻ്റെ സ്കിന്ന്. നമ്മൾ ഏതൊരു സാധനം ഉപയോഗിച്ചാലും അത് മാക്സിമം 1 മാസം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമേ ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് ഇതിടുന്നുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൺ ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു ബ്രൈറ്റണപ്പ് സ്കിന്നിന് തന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാൻ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഏതൊരു സാധനം ഉപയോഗിച്ചാലും 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ബെസ്റ്റ് ഒരു മോയ്സ്ചറൈസറാണ് ആക്നെ മോയ്സ്റ്റ്. ഇത് ഞാനൊരു 6-7 മാസം കൊണ്ട് തന്നെ ഞാൻ ഈ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളെ മുഖത്ത് പുതിയതായിട്ടുണ്ടാകുന്ന കുരുക്കളെ കുറയ്ക്കാൻ തന്നെ ഈ മോയ്സ്ചറൈസർ സഹായിക്കുന്നു. ഇനി അത് മാത്രമല്ല, നമ്മൾ ഏതൊരു പാക്ക് ഉപയോഗിച്ചാൽ തന്നെയും നല്ല ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് പാക്ക് ഉപയോഗിച്ചാലും ആ പാക്ക് നിങ്ങളുടെ സ്കിന്ന് കുറേ കൂടെ ഡ്രൈ ആക്കുകയും കുരുക്കളും വീണ്ടും ആ കുരുക്കളുടെ പാടുകളും വരാനുള്ള ചാൻസ് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ലതുപോലെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാം ചെയ്യുമ്പോൾ ജെൻറ്റിലായിട്ട് മാത്രമേ ചെയ്യാവൂ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് സ്പീഡിൽ അമർത്തി ചെയ്യുന്നത് പോലെ തോന്നുന്നത് മാത്രമാണ്. വളരെ ജെൻറ്റിലായിട്ട് മാത്രമേ ചെയ്യാവൂ. പാക്ക് കഴുകി കളയുമ്പോഴും അതുപോലെ തന്നെ വെള്ളം തൊട്ട് നല്ല ജെൻറ്റിലായിട്ട് മാത്രം റബ്ബ് ചെയ്ത് കഴുകി കളയാൻ ശ്രമിക്കുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഇത്തിരി
നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ സ്കിന്നത് അബ്സോർബ് ചെയ്തെടുക്കും. ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ച എൻ്റെ ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതായത് ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ അമുക്കുക. ഓൾ എന്ന ബട്ടൺ അമുക്കിയാൽ മാത്രമേ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസും കൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓൾ എന്ന ബട്ടൺ അമുക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിൽ അറിയിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക.